അപ്പോൾ ഫ്രണ്ട്സ്, ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ സൂപ്പർ ഹീറോസിനൊക്കെ പ്രായമായാൽ എന്താണ് അവസ്ഥയെന്ന് കാണാം. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ക്യാറ്റ് വുമണാണ്. അവർ വയസ്സൊക്കെ ആയി, എന്തൊക്കെയോ ഓസ്കാറൊക്കെ വാങ്ങിച്ചിട്ടുണ്ട് കേട്ടോ. അവർ നല്ല ഉറക്കം, കൂടെ പൂച്ചക്കുട്ടിയുണ്ട്. അപ്പോൾ ഇതെന്ന് പറയുന്നത് നമ്മുടെ ഹേർലി ക്യൂനാണ്. പ്രായമൊക്കെ ആയി, നിക്കറൊക്കെ ഉണക്കിട്ടിരിക്കുന്നു. അതുപോലെ തന്നെ അവരുടെ ആയുധം വെച്ചാണ് അവർ ചപ്പാത്തിക്ക് മാവ് കുഴയ്ക്കുകയാണെന്ന് തോന്നുന്നു, അവരുടെ കൊച്ചുമോളുമായിട്ട്. അടുത്തതെന്ന് പറയുന്നത് നമ്മുടെ മത്സ്യകന്യക, 3 മക്കളൊക്കെ ഉണ്ട്, പിള്ളേരുടെ കുസൃതിയൊക്കെയാണ്. അപ്പോൾ അവർ ബുക്കൊക്കെ റീഡ് ചെയ്യുന്നു, നല്ല രസകരമായിട്ടുണ്ട്. അടുത്തതായിട്ട് ആരാന്ന് മനസ്സിലായ? നമ്മുടെ അലാവുദ്ദീൻ്റെ കാമുകിയാണ്. പ്രായമായാൽ എന്താ, അവരിപ്പോഴും കറക്കമൊക്കെയാണ്. മധുരപ്പതിരേട് തന്നെയാണ് കേട്ടാ. അടുത്ത് നമ്മുടെ ജാക്ക് സ്പാരോ ആണ്. കപ്പലൊക്കെ പോയെന്ന് തോന്നി. ഇപ്പോൾ പുതിയ കപ്പൽ മുതലാളിയാണെന്നും പറഞ്ഞ് ചമഞ്ഞിരിപ്പുണ്ട്. കൊച്ചുമോനും ഉണ്ട് കൂടെ. തൊപ്പിയൊക്കെ കൊച്ചുമോന് കൊടുത്തു. ഇപ്പോൾ കൊച്ചുമോനാ ഭരിക്കുന്നതെന്ന് തോന്നുന്നു. അടുത്തതായി നമ്മുടെ സൂപ്പർ ഗേളും വണ്ടർ വുമണുമാണ്. എല്ലാത്തിനും പ്രായമായി, നടക്കാനൊന്നും വയ്യാന്ന് തോന്നുന്നു അമ്മച്ചിക്ക്. എനിക്ക് തോന്നുന്നു ബീച്ചിൽ കാറ്റ് കൊള്ളാൻ വേണ്ടി വന്നതാന്ന് തോന്നുന്നു. ഓ, ഇതാരാന്ന് പിന്നെ പറയാണ്ടല്ലോ, തോറ്. ഇപ്പോഴും മധുര 17 തന്നെ. പെൺപിള്ളേരോട്ടൊക്കെ അങ്ങ് ചുറ്റി അടിക്കലാന്ന് തോന്നുന്നു. തലയിലെ മുടിയൊക്കെ പോയി കേട്ടോ, ചുറ്റിൽ വെക്കാനുള്ള ആരോഗ്യം പോലും ഇല്ല. ഇത് നമ്മുടെ മിസ്റ്റർ ബീസ്റ്റ്. ആൾ വലിയ ബീസ്റ്റൊക്കെ ആണെങ്കിൽ ഇപ്പോഴും ഇഞ്ചക്ഷന് ഭയങ്കര പേടിയാണ് കേട്ടോ. ഡോക്ടർ ഇഞ്ചക്ഷനുമായിട്ട് വന്നപ്പോൾ ആൾ പേടിച്ച് അങ്ങോട്ട് നോക്കി നിൽക്കുന്നു. ഡോക്ടറിനെ പോലും മൈൻഡ് ചെയ്യുന്നില്ല. ഇയാളെ പറ്റി ഒന്നും പറയണ്ടല്ലോ, കാമുകിയായിട്ട് ഭയങ്കരമായിട്ട് ഡാൻസ് ചെയ്യുന്നു ബീച്ചിലും, ഒരു ചുമന്ന നിക്കർ വിട്ട്. ഇതാരാന്ന് മനസ്സിലായ? നമ്മുടെ സൂപ്പർമാനാണ്, സൂപ്പർമാൻ. എങ്ങനെ ക്യാറ്റ് വുമന്റെ ബർത്ത്ഡേ ആയി കേട്ടാ. പല്ലൊന്നും ഇല്ലെങ്കിലും അമ്മച്ചിക്ക് കേക്ക് തിന്നാനുള്ള കൊതിയായിട്ട് നിൽക്കുവാന്ന് തോന്നുന്നു. ഇതിപ്പോൾ എത്ര വയസ്സായ ആവോ, 19 വയസ്സായി കാണണം. കണ്ടില്ലേ, നമ്മുടെ മിക്കി മൗസിൻ്റെ 90ാമത്തെ ബർത്ത്ഡേ ആഘോഷിക്കുന്നു. 2 പേർക്കും പ്രായമായി, നടക്കാനൊന്നും വയ്യ കേട്ടോ. 2 പേരുടെ കയ്യിലും വടിയുണ്ട്. ഇപ്പോഴും ജോക്കർ റിവെഞ്ചുമായിട്ട് നടക്കുമെന്ന് തോന്നുന്നു. ബാറ്റ്മാനെ എയിം ചെയ്ത് ഇതുവരെ ബാറ്റ്മാനെ ഒന്നും ചെയ്യാൻ പറ്റില്ലെന്ന് തോന്നുന്നു. വീണ്ടും വേഷം കെട്ടിയിട്ട് പോവാന്ന് തോന്നുന്നു ബാറ്റ്മാൻ്റെ അടുത്തോട്ട്, ബാറ്റ്മാനെ റെഡിയാക്കാൻ. അതെ, സ്പൈഡർമാൻ പഴയ രക്ഷക വേഷമൊക്കെ കളഞ്ഞു കേട്ടോ. ഇപ്പം പെണ്ണുമ്പിള്ളയായിട്ട് ഇരുന്ന് വലന് ഇത് തുണി ഉണ്ടാക്കുവാന്ന് തോന്നുന്നു. പ്രായമായില്ലേ, എന്തെങ്കിലുമൊക്കെ ബിസിനസ് ചെയ്യട്ടെ. ഇത് നമ്മുടെ ബാറ്റ്മാൻ അല്ലേ, നോക്ക്. ജോക്കറായിട്ട് കമ്പനിയായിട്ട് ഒരു സെൽഫിയൊക്കെ എടുത്തേക്കുന്ന പഴയ ഫോട്ടോയാ. ഇപ്പോൾ ഫുൾ ടൈം ഉറക്കോ, രക്ഷകൻ എന്നൊക്കെ പേരേ ഉള്ളൂ. എടാ, ഇത് ഫ്ലാഷ് അല്ലേ? ഇഞ്ചക്ഷൻ പേടിച്ച് പറക്കുന്ന നോക്കേ. പുള്ളിയുടെ കാലൊക്കെ ഒടിഞ്ഞെന്ന് തോന്നുന്നു കേട്ടാ. എന്നാലും വീൽ ചെയർ പറക്കുവാണെന്നേ. ഓ, എന്നാരും പറക്കല. ഇത് അക്വാമാനല്ലേ? ഓ, അക്വാമാനൊക്കെ. ഇയാള് കുളിയുന്നതിനെയും കാരണം വാട്ടറിന്റെ ബില്ല് പോലും അടിച്ചില്ല. ഇനിയിപ്പോ ബില്ല് അടച്ചിട്ട് ഇയാൾ ഇനി വെള്ളം ഉപയോഗിച്ചാൽ മതി. ഇത് ലോകൻ മുത്തച്ഛനല്ലേ? ഓ, പുള്ളിയുടെ ബ്ലേഡ്, കയ്യിൽ നിന്ന് വരുന്ന ബ്ലേഡില്ലേ, അത് ഉപയോഗിച്ചാണ് ഫുഡൊക്കെ ചൂടാക്കി പിള്ളേർക്ക് കൊടുക്കുന്നത്. കൊള്ളാം. അലാവുദ്ദീൻ്റെ അത്ഭുത വിളക്കിലെ ഭൂതവും ഡോക്ടർ സ്ട്രേഞ്ചും തമ്മിൽ ചെസ് കളിക്കുന്നു. കൊള്ളാലോ. ഇവർ രണ്ടും ചേരും. പുള്ളിക്ക് പ്രായമൊക്കെ ആയി, കണ്ണാടിയൊക്കെ വെച്ച് മറ്റാൾ നരച്ചു. ഈ ഡെഡ്പോൾ ഇപ്പോഴും ഡെഡ്പോളിന്റെ ചൊറിയത്തരം ഒന്നും മാറ്റില്ലേ? നോക്കേ, ടോണി സ്റ്റാർക്കിന്റെ അയൺമാന് മീശ വരച്ച് വെച്ചേക്കുന്നത്. കൊള്ളാല. എടാ ക്യാപ്റ്റൻ അമേരിക്ക, നീ സിൻഡർലയായിട്ട് ലൈൻ അടിച്ച് സെറ്റാക്കിയല്ലേ? നിങ്ങൾ രണ്ടും മഴ കൊള്ളുവാ. അത് പിന്നെ ഞങ്ങളങ്ങ് സെറ്റായേന്നേ. നടക്കട്ടെ. ഇത് നമ്മുടെ തോറില്ലേ? ഇപ്പൊ കൊച്ചുറക്കൊരു വീട് പണിഞ്ഞു കൊടുക്കുവോ. ആണി കയറ്റാൻ വേണ്ടി തോറിന്റെ ചുറ്റിൽ വെച്ചാണ് അടിക്കുന്നത്. അന്നേ വാർക്കപ്പണിക്ക് പോകാൻ പറഞ്ഞതാ. ഇയാളെ കണ്ടിട്ട് എവിടെയോ കണ്ട പരിചയം. ഇത് നമ്മുടെ ടോണി സ്റ്റാർക്കല്ലേ? പ്രായമായാലും ഇയാളുടെ ഈ പൈങ്കിളിയൊന്നും ഇതുവരെ മാറിയിട്ടില്ല. അതെ. If you make it bad enough to know